ഇത് നമുക്ക് 2 ഉരുളക്കിഴങ്ങ് വെച്ച് ഒരു പാത്രം നിറയെ ചായക്കടി ഉണ്ടാക്കിയാലോ? ആദ്യം നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാം കേട്ടോ. നമ്മൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ചായക്കടിയാണേ. ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി ഇതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ കടലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ഉരുളക്കിഴങ്ങിൻ്റെ വെള്ളം തന്നെ ഇതിലേക്ക് ഉണ്ടാവും കേട്ടോ. ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ ഉള്ളിവടയൊക്കെ ഇതാക്കുന്ന സമയത്ത് കുഴക്കുന്നില്ലേ, ആ രൂപത്തിൽ തന്നെയാണ് കുഴച്ചെടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെയാണ് ആയി കിട്ടേണ്ടത്. ഇനി എണ്ണ നല്ലോണം തിളച്ചതിന് ശേഷം നമുക്കിതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. അത്രയും നല്ല ടേസ്റ്റാണ്. ഇത് ഒരു തവണ കഴിക്കുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ട് നിൽക്കാൻ തോന്നും. അത്രയും നല്ല ടേസ്റ്റാണ്. കുറച്ചൊരു ബ്രൗൺ കളറായതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെയാണ്. ഇതിപ്പോൾ നല്ലോണം ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കട്ടോ. ഇതിപ്പോൾ ഇതും നല്ലോണം ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കെല്ലാം പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ചായക്കടി റെഡി ആയിട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ. ഇതുപോലുള്ള നല്ല വെറൈറ്റി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.